ആയപ്പോഴാ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു സുധാകരൻ വഴി ആണ് അൻവറിന്റെ KC വേണുഗോപാലിലേക്കുള്ള പോക്ക് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം അവിടെ നിൽക്കുമ്പോൾ ഈ സുധാകരൻ വഴി എന്ന് പറയുമ്പോൾ സുധാകരന്റെ ചില താല്പര്യങ്ങളും കൂടിയാണല്ലോ ഇതിൽ പ്രധാനമായിട്ട് പറയാം. ഇനി KC വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവ് എത്തുമ്പോൾ KCയുടെ നിലപാട് എന്തായിരിക്കും? അത് കോൺഗ്രസിന് അനുകൂലമായിട്ടായിരിക്കും അതോ അൻവറിന് അനുകൂലമായിട്ടായിരിക്കും? എങ്ങനെയായിരിക്കും KC ഈ ഒരു കാര്യത്തെ നയപരമായിട്ട് കൊണ്ടുപോവാം? അല്ല, സുധാകരൻ വഴി അൻവറിലേക്ക് എന്നുള്ളത് ഒരു പ്രയോഗം മാത്രമാണ്. അല്ലാതെ സുധാകരൻ വഴി ആവേണ്ട അൻവറിന് KC വേണുഗോപാലിനെ അറിയാം. അൻവറിന് KC വേണുഗോപാലിനെ അറിയാം, KC വേണുഗോപാലിന് അൻവറിനെ അറിയാം. അപ്പോൾ ഇപ്പൊ അൻവറിന് ഈ വിഷയത്തിൽ KC വേണുഗോപാൽ പറഞ്ഞെന്തെന്നറിയോ? അൻവർ ആർക്ക് വേണ്ടിയാണ് ഇത് രാജിവെച്ചത്? അൻവർ ഈ പറയുന്ന നിലമ്പൂര് അദ്ദേഹത്തിന്റെ MLA സ്ഥാനം രാജിവെച്ച ആർക്ക് വേണ്ടിയാ? നമ്മൾക്ക് ഇപ്പൊ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം വരെ രാജിവെച്ചിരിക്കുന്നത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ രാജിവെച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സീറ്റ് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ തിരിച്ചു പിടിക്കേണ്ട ആവശ്യം ഞങ്ങളുടെ കൂടെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അൻവറിനൊപ്പം തന്നെയാണ്. അൻവറിന് ഒപ്പം എന്നൊരു ഭാഷ്യം KC വേണുഗോപാലിന് എടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വോട്ടാണ് നമുക്ക് ആവശ്യം. അല്ലാതെ ഈ കാണുന്ന വൈരാഗ്യവും വാശിയും ഒന്നും അല്ല കാണിക്കേണ്ടത്. അത് സതീശനുള്ള അടിയും കൂടിയല്ലേ? തീർച്ചയായിട്ടും സതീശൻ ഈ കാണിച്ചിരിക്കുന്നത് ഒരു വേള അദ്ദേഹത്തിന് ഒരു ഫീഡ്ബാക്ക് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇവിടെ ഉണ്ട്. ഇദ്ദേഹത്തിന് നാക്കിനും നെറിയും കുറിയില്ലല്ലോ. നാക്കിനും നെറിയും കുറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു രാഷ്ട്രീയ പക്വതയൊക്കെ വേണ്ടേ? രാഷ്ട്രീയ പക്വത ഇല്ലാതെ പെരുമാറി കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് അതിൻ്റെതായ ഒരു മെച്യൂരിറ്റി ആവശ്യമില്ലേ? ആ മെച്യൂരിറ്റി ഇല്ലാതെ പെരുമാറിയ പിന്നെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അതാണ് സതീശൻ പ്രതികരിച്ചത്. സതീശൻ കേരളത്തിൽ നിൽക്കുന്ന നേതാവാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, കേരളത്തിൽ ഇവിടെ പ്രഗത്ഭരായ ഒത്തിരി നേതാക്കളുണ്ട് ഞങ്ങൾക്ക്. അവർ പറയുന്നതിലെ കാര്യവും ഞാൻ നോക്കും, അൻവർ പറയുന്ന കാര്യവും നോക്കും. പിന്നെ AICC എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു മേൽ കമ്മിറ്റി ആയതുകൊണ്ട് ആ കമ്മിറ്റിയുടെ പ്രതിനിധി എന്ന രീതിയിൽ എൻ്റെ അടുത്ത് വരുന്നു. അങ്ങനെയാണ് ഞാനിതിൽ ഇടപെടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ കാര്യത്തിൽ ലഘൂകരിച്ച് തന്നെ പോകും. കാര്യം തെരഞ്ഞെടുപ്പിന്റെ തുടങ്ങുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു ഭയങ്കര ബഹളം ഉണ്ടായാൽ അത് ആ പാർട്ടിക്ക് കാര്യം വെള്ളിയാഴ്ച വരെ ഈ മറ്റു ചേട്ടന്മാർ ഇനി പെട്ടി പൊട്ടിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. കാര്യം അവർക്ക് വന്നിരിക്കുന്ന ടെൻഡറൊക്കെ അവരിനിപ്പോ തുറന്നു നോക്കുന്നത് വെള്ളിയാഴ്ചയാണ്. AK സെന്റർ തീരുമാനിക്കണം. പ്രഖ്യാപനം അന്ന് തന്നെ. ആരാണ് പറയലൊക്കെ ഒരുമിച്ചായിരിക്കും. പൊട്ടിക്കലും പറയൽ. കാര്യം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക വിലപേശല്. ഈ ടൈമില് ഈ ഇംഗ്ലീഷ് ഭാഷയെ പറയുകയാണെങ്കിൽ ദിസ് ടൈം അവർ നടന്നുകൊണ്ടിരിക്കുക. ഡിസ്കഷൻ ഇസ് ഗോയിങ് ഓൺ. ദ ഫൈനൽ റിസൾട്ട് വിൽ ബി കം സൂൺ ഓൺ ഫ്രൈഡേ. പ്രീമിയറിൽ ഇടേണ്ടി വരും. ഇങ്ങനെ ഇതാ വരുന്നു, ദ റിസൾട്ട് വിൽ കം സൂൺ. ഇവിടെ ഇരുന്ന് മാപ്രകൾ പലതും വായിട്ടടിക്കുകയും ചെയ്യും. അല്ല, വായിട്ടടിക്കണല്ല. ഇപ്പൊ തന്നെ ഇതിനകത്തെ ഈ മാപ്രകൾക്ക് എന്ന് പറയുന്നത് ഓരോ 5 മിനിറ്റ് ഇപ്പൊ യൂട്യൂബ് കൂടെ വന്ന ശേഷം ഓരോ 5 മിനിറ്റും ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്താൽ അൻവർ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു, വെള്ളാപ്പള്ളി നടേശൻ പോയേക്കും, വെള്ളാപ്പള്ളി നടേശൻ പിന്നെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, വെള്ളാപ്പള്ളി അങ്ങനെ പറഞ്ഞു, അന്ന് അങ്ങനെ പറഞ്ഞു, വെള്ളാപ്പള്ളി വെള്ളം കുടിക്കുന്നു. ഇങ്ങനെ ഇതിലിപ്പോ ഇങ്ങനെ ഇത്രയും പുകിലുകൾ മാപ്രകൾ ഉണ്ടാക്കുമ്പോൾ KC വേണുഗോപാലിനെ സംബന്ധിച്ച് സതീശൻ അതുകൊണ്ടാണ് ആകെ കീറാമുട്ടിയായിരിക്കണം. കാര്യം ഞങ്ങളൊന്നും പറയാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ ഇവിടെ ഭാവനയിൽ അടിക്കണം എന്നാണ് സതീശൻ ചോദിക്കുന്നത്. അല്ലെങ്കിലേ സതീശനെതിരെ കൊണ്ട് സതീശന് ഉള്ള എന്താ പ്രശ്നങ്ങളുണ്ട്. പൊറുതിമുട്ടിയിരിക്കുക സതീശൻ യുവമാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക ഈ മാപ്രകളെ കാരണം. അപ്പോൾ ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ KC വേണുഗോപാൽ ഈ കാര്യത്തിൽ വളരെ തത്വാധിഷ്ഠിതമായുള്ള ഇടപെടലുണ്ടാവും. പിന്നെ വിളിക്കാതെ കുഞ്ഞാലിക്കുട്ടിയും ചിലപ്പോൾ ചർച്ചയ്ക്കൊക്കെ ചെല്ലാൻ സാധ്യതയുണ്ട്. വിളിക്കാതെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും ചെല്ലും. അല്ല, കുഞ്ഞാപ്പയ്ക്ക് ചെല്ലാതിരിക്കാൻ പറ്റത്തില്ല. കുഞ്ഞാപ്പ ചെല്ലും. കാര്യം കുഞ്ഞാപ്പയെ സംബന്ധിച്ച് കുഞ്ഞാപ്പയ്ക്ക് സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്ക് ഇപ്പോഴും സ്വപ്നമാണ്. കാര്യം 10 കൊല്ലമാകുന്ന നോർത്ത് ബ്ലോക്കിലേക്ക് ഒന്ന് കുഞ്ഞാപ്പ കയറിയിട്ട് സ്മെല്ലടിച്ചിട്ട് പോലും ഇല്ല. അത് ഈ പറയുന്ന പോലെ ഒരു 10 ഇതെന്ന് പറഞ്ഞാലേ 10 വർഷം എന്ന് പറഞ്ഞാൽ കുഞ്ഞാപ്പയ്ക്കും ബാച്ചിനും ഒക്കെ സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കണ പോലല്ല. അങ്ങനെ വരുമ്പോ ഇപ്പൊ സാദിഖലി തങ്ങളിപ്പോ സതീശനെടുത്ത് മറിച്ചിടാതിരുന്ന കൊള്ളാം. അല്ല, സതീശനെ മറിച്ചിട്ടാലും നടക്കില്ല. അവരെ സംബന്ധിച്ച് വഞ്ചി കടവത്തേക്ക് എത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. വഞ്ചി പൊത്ത് വെള്ളം കയറിയിരുന്നാലും വഞ്ചി ഇരിക്കുന്നവര് മറിഞ്ഞു വീണാലും വഞ്ചി കടവത്തെത്തിക്കണം. വഞ്ചി കടവത്തെത്തിയാൽ നടന്നു കയറി സെക്രട്ടേറിയറ്റിലേക്ക് പോകാം. അതാണ് അവരുടെ ലക്ഷ്യം. ഈ വിഷയത്തിൽ വരുമ്പോഴേ വഞ്ചി അവിടെ നിൽക്കും. ഈ തിരുനക്കരക്ക് വഞ്ചി തുഴഞ്ഞ പോലെ ആകും. തിരുനക്കരയ്ക്ക് വഞ്ചി തുഴഞ്ഞ പോലെ ആയില്ലെന്നുണ്ടെങ്കിൽ കൈകാലിട്ടടിക്കേണ്ടി. കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ ആയാലും ഇത് ശരിയാക്കിയേ പറ്റുള്ളൂ. ഇതെന്ന് പറയുന്നത് ഇപ്പോഴും പറയുന്നത് ഇതൊരു സൂചികയാണ്. വരുന്ന തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സൂചികയാണ്. ഈ സൂചിക എങ്ങനെയായിരിക്കോ അതുപോലെ ആയിരിക്കും കാര്യങ്ങളെന്ന് അവർ തന്നെയാണ് പറയുന്നത്.
അവർ തന്നെയാണ് പറഞ്ഞത്. ഇതിൻ്റെ ഇടയ്ക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പുകില്, ആദ്യത്തെ പുകില് സുധാകരനെ മാറ്റി തന്നെ. സുധാകരൻ മനസ്സുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇപ്പൊ ശരിക്കും ലഡ്ഡു പൊട്ടുന്നുണ്ട്. അല്ലാതെ ശരിക്കും ഹാപ്പി ആയിരിക്കും. കാര്യം എനിക്കിട്ട് പണിതിട്ട് നിങ്ങൾ അങ്ങനെ ഈസി ആയിട്ട് നിലമ്പൂർ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവെക്കണ്ട. അദ്ദേഹം മനസ്സുകൊണ്ട് ഊറി ഊറി ചിരിക്കുകയായിരിക്കും. പണി കിട്ടുന്നുണ്ടാ, നിനക്കൊക്കെ നേരെ ഉറങ്ങാൻ പറ്റുമോ? ഇതൊരു ഡിസിഷൻ ആവാതെ AICC വിളിച്ച് ചോദിച്ച സോണിയാഗാന്ധി ചോദിച്ച സതീശൻ സുധാകരന്റെ വിളി മുത്തപ്പൻ കേട്ടു തീർച്ചയായിട്ടും പറയേണ്ടി വരും. തീർച്ചയായിട്ടും മുത്തപ്പൻ കേട്ടു എന്ന് തന്നെ കരുതാം. സുധാകരനെ തദ്ദേശ ഇലക്ഷൻ വരെ പോലും ഇരുത്താതെ അദ്ദേഹത്തിനെ രോഗിയാക്കി അപ്പൊ അത്രയും പിടിച്ചത് വേറെ ആരുമല്ല, സതീശനും ബാച്ചും തന്നെയാണ്. അപ്പൊ സതീശനും ബാച്ചും അങ്ങനെ ചെയ്തു എന്നുണ്ടെങ്കിൽ പണി നിങ്ങൾക്ക് കിട്ടണം. കാര്യം അങ്ങനെ അൻവറിനെ വേണമെങ്കിൽ കീറാൻ പറഞ്ഞു കൊടുക്കും. നീ കുഞ്ഞാലിക്കുട്ടിയെ കാണും, കുഞ്ഞാലിക്കുട്ടിയെ കണ്ടിട്ട് ഇങ്ങനെ പറ, അൻവർ സാഹിബ് പോയി സംസാരിക്കുക എന്ന് ഇദ്ദേഹം തന്നെ ഉപദേശിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ സീറ്റ് വേറെ മാറി ചോദിക്കണം, അങ്ങനെ ചോദിക്കണം, ഇങ്ങനെ ചോദിക്കണം എന്നൊക്കെ സുധാകരൻ. എന്നിട്ട് സുധാകരൻ ഒഴിവാക്കാൻ പറ്റൂലല്ലോ. കാര്യം സുധാകരന്റെ മുൻകാല ബന്ധങ്ങളിൽ അദ്ദേഹം ഉള്ള ഒരാളാണല്ലോ. അപ്പൊ അതുകൊണ്ട് സുധാകരൻ ഒരിക്കലും അദ്ദേഹത്തിന് കൈവിടില്ല. അങ്ങനെ KC വേണുഗോപാൽ ഇതിനെ സംബന്ധിച്ചൊരു പക്ഷേ സുധാകരന്റെ മുൻകാല ബന്ധങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ തോന്നുന്നത് സുധാകരൻ അറിയാം ഈ ഒരു സമയത്ത് അതൊരു പ്രവർത്തന പരിചയം കൂടിയാണ്. ഈ സമയത്തല്ല ഇതൊന്നും കാണിക്കേണ്ടത്, വിവേചന ബുദ്ധിയുണ്ട്, വിവേകവും വിവേചനവും. അല്ലേ? ഈ രണ്ട് കാര്യങ്ങളും സുധാകരൻ അതെ, ഈ വിവേകവുമില്ല വിവേചനവുമില്ല എന്ന് പറയാം. കാരണം വിവേചിച്ചറിയണം ഇപ്പോൾ ഈ വിഷയം തർക്കത്തിൽ എടുക്കേണ്ട കാര്യമുണ്ടോ, അതോ ഇത് കഴിഞ്ഞിട്ട് മതിയോ, ഇപ്പൊ കൂടെ നിർത്തി നമുക്ക് കിട്ടാനുള്ള വോട്ട് പെട്ടിയിലാക്കണോ എന്നൊക്കെ വിവേചിച്ചും കൂടി അറിയണം. അപ്പൊ അദ്ദേഹത്തിന് ഒരു എന്താ പ്രവർത്തന പരിചയം എന്നുള്ളത് അതാണ് ഈ പക്വത എന്ന് പറയുന്നത്. രാഷ്ട്രീയ പക്വത എന്ന് പറയുന്നത് പ്രവർത്തന പരിചയം എന്ന് പറയുന്നത് അതാണ്. കറക്റ്റ്. അതെ, അത് സതീശന് ഇല്ലാതെ പോയത് കൊണ്ടല്ലേ. ഇപ്പൊ അദ്ദേഹമാണ്, അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, സണ്ണി വക്കീൽ വന്നിട്ടില്ല, അദ്ദേഹമാണ് എന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ നയപരമായിട്ട് കൊണ്ടുപോകാം എന്നുള്ളത് അദ്ദേഹം തന്നെ അല്ല, അത് പറഞ്ഞു. സുധാകരൻ പറഞ്ഞു, ഞാൻ സണ്ണി ജോസഫിനോട് സംസാരിച്ചു. സുധാകരൻ പറഞ്ഞതാണ്, സണ്ണി ജോസഫിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, KPCCയിലെ മറ്റ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ KC വേണുഗോപാലിന്റെ AP അനിൽകുമാറും ഉണ്ട്. AP അനിൽകുമാർ കൂടെ നിൽക്കുന്നുണ്ട്. AP അനിൽകുമാറാണ് ഈ പറയുന്ന KC വേണുഗോപാലിന്റെ ഇവിടുത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടുള്ളത്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും KCയെ അറിയിക്കുന്നത് AP അനിൽകുമാറാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. സുധാകരൻ പറഞ്ഞു, ഞാൻ സണ്ണി വക്കീലിനോട് സംസാരിച്ചിട്ടുണ്ട്, എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആ സ്ഥാനത്തിരുന്ന് ചെയ്യുന്നതിന് ഒരു വില കിട്ടില്ല, വിലയുണ്ട് അല്ലേ? അത് ഈ സതീശനെ എടുത്തിട്ട് അലക്കുന്നത് മുഴുവൻ പഴയ വിഴുപ്പാണ്. തീർച്ചയായിട്ടും ഇത് പഴയ വിളിപ്പാണ്. അതായത് സുധാകരൻ KPC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ആ സമയത്തുണ്ടായ സാധനം സ്റ്റിൽ ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ്. കാര്യം അദ്ദേഹം ഈ പറയുന്ന പാലക്കാട് ഇലക്ഷൻ മുതൽ തന്നെ പ്രശ്നക്കാരനാണല്ലോ. പാലക്കാട് ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, പിന്നീട് പിൻവലിക്കുന്നു. രാഹുൽ മങ്കൂട്ടം മത്സരിച്ച സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ചേലക്കര നിർത്തുന്നു, പിൻവലിക്കുന്നില്ല. ഇവർ രണ്ടുപേരും കൂടെ പ്രസ് മീറ്റിനൊക്കെ വന്നിരിക്കുമ്പോൾ കാണിച്ചിട്ടുള്ള പുകില് അതൊക്കെ ജനം മറക്കാൻ പറ്റും. ജനത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരിക്കലും നടക്കാതെ ഈ തൃക്കാക്കര ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആ ഇലക്ഷന്റെ ക്രെഡിറ്റ് കൊണ്ടുപോകാൻ വേണ്ടി സതീശൻ ശ്രമിക്കുമ്പോൾ അടുത്ത് വന്നിരിക്കുന്ന സുധാകരൻ ഞാൻ സംസാരിക്കാമെന്ന് പറയുമ്പോൾ മൈക്ക് പിടിക്കുന്നു. അതൊക്കെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നടക്കുക. CPM ചില സമയങ്ങളിൽ കാണിച്ചിട്ട് വിവേകമില്ലായ്മയും വിവേചന ബുദ്ധിയോടെ പെരുമാറുകയും ഒക്കെ അതിലൊരു വ്യക്തമാണ്. അല്ല, ഇതിപ്പോ സതീശനെ പ്രകീർത്തിച്ച് പലരും പറയുന്നുണ്ട്. അതായത് ഇപ്പോ വന്നിട്ടുള്ള കോൺഗ്രസിൽ വന്നിട്ടുള്ള ഒരു മാറ്റം, കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു മാറ്റം, ഈ മാറ്റത്തിന്റെ മുന്നിൽ നോക്കുമ്പോൾ സതീശൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മുന്നിൽ അൻവർ എന്ന് പറയുന്ന ആഫ്രിക്കൻ അൻവർ എന്നൊക്കെ പറഞ്ഞാണ് തമാശക്ക്. ആഫ്രിക്കയിലൊക്കെ അദ്ദേഹത്തിന് കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. ആഫ്രിക്കൻ അൻവർ, അത് മിടുക്ക്, ആഫ്രിക്കൻ അൻവർ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ചില മാധ്യമങ്ങളൊക്കെ വെച്ച് അലക്കുന്നുണ്ട്. അൻവറിന്റെ കയ്യിൽ കാശുണ്ടായിരുന്നു, അൻവർ കാശ് ഇറക്കി. ഈ സതീശൻ വേണ്ടിയിട്ട് ചിലർ പറയുന്നു എന്ന് പറയുമ്പോഴേ കുഴലൂത്ത് എല്ലാവർക്കും വേണ്ടി അർത്ഥം. അതായത് ഇപ്പൊ അവര് നോക്കുമ്പോ കാണുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മുഖം ഒരിക്കലും ഇല്ല. അല്ല, അവർ കാണുന്നതും ആഗ്രഹിക്കുന്നതും അതാണ്. അതിനുവേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായിരിക്കും. അല്ല ചേട്ടാ, അതാണ് വാസ്തവം എന്നിരിക്കെ ഇവർ നടത്തുന്നത് അവരുടെ സ്വപ്നമാണ്, ആത്മരതിയാണ്. ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നതാണ്. സതീശന് ഇതിൽ സതീശന്റെയും കൂടി ഒരു ആഗ്രഹം ആയതുകൊണ്ട് ഇവർക്ക് വേണ്ടി സതീശന് ഒരു പക്ഷെ നിൽക്കുന്നുണ്ടാവാം.
തീർച്ചയായിട്ടും. ഏതായാലും നമുക്ക് ഇതിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം, KC വേണുഗോപാൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ബാംഗ്ലൂർ ഏതോ ഒരു പ്രോഗ്രാമിലായിരുന്നു. അവിടെ ഞാൻ ഇപ്പോഴേ എത്തിയിട്ടുള്ളൂ. ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിക്കട്ടെ, എനിക്ക് സംസാരിക്കാനുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോൾ അവരുടെ ഒരു രീതി അനുസരിച്ച്, ഒരു ജനാധിപത്യ രീതി അനുസരിച്ച് അവരെല്ലാ നേതാക്കളുമായി സംസാരിക്കും. അവർ ജനകീയമായിട്ട് ഇപ്പോൾ സംഘടനയുണ്ട്, സംഘടനാ തത്വങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവർ എല്ലാ പഴയ നേതാക്കളെ സംസാരിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു സമവായം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അൻവർ UDF-നൊപ്പം തന്നെ ആയിരിക്കും. UDF-നൊപ്പം അദ്ദേഹത്തിന് നിർത്തും, അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കും. ഇപ്പോൾ ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് കാണാം. ഇതൊരു ശുഭപരിഹാസയായി തീരും. കാര്യം അദ്ദേഹം UDF-ന്റെ ഭാഗമായി നിലമ്പൂർ ഇനി അദ്ദേഹം ഒരു പ്രശ്നമായി നിൽക്കില്ല. UDF-നൊപ്പം ചേർന്ന് അല്ല, അദ്ദേഹത്തിന് നിൽക്കേണ്ടി വരും, ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കാണേണ്ടി വരും. തീർച്ചയായിട്ടും. ഈ പറയുന്ന സതീശനും കോംപ്രമൈസിലേക്ക് എത്തേണ്ടി വരും. സതീശന്റെ പിടിവാശി ഇദ്ദേഹത്തിന് സൈഡ് ലൈൻ ചെയ്യലൊക്കെ ഒരു വശത്ത് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സ്മൂത്ത് റണ്ണിന് ശ്രമിക്കും. നടക്കും തന്നെ കരുതാം. എങ്കിൽ കോൺഗ്രസിന് നല്ലത്. നടത്തിയെടുക്കും. അതെ, കോൺഗ്രസിന് നല്ലത് വിശ്വസിക്കാം. അതെ.